ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ. 31-ാമത്തെ ചോദ്യം: വിജാതിയരുടെ അടുത്തേക്ക് പോകാൻ ആരെയെല്ലാമാണ് നിയോഗിക്കപ്പെട്ടത്? ഉത്തരം: പൗലോസിനെയും ബാർണബാസിനെയും. 32-ാമത്തെ ചോദ്യം: പരിച്ഛേദിതരുടെ അടുത്തേക്ക് പോകാൻ ആരെയെല്ലാമാണ് നിയോഗിച്ചത്? ഉത്തരം: യാക്കോബിനെയും കേപ്പായെയും യോഹന്നാനെയും. 33-ാമത്തെ ചോദ്യം: അവർ പൗലോസിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം: പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. 34-ാമത്തെ ചോദ്യം: അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഏതു തന്നെ? ആരുടെ താല്പര്യം? ഉത്തരം: പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്നുള്ളത്. പൗലോസ്ലീഹായുടെ താല്പര്യം. 35-ാമത്തെ ചോദ്യം: പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന് പൗലോസിനോട് ആവശ്യപ്പെട്ടത് ആരെല്ലാം? ഉത്തരം: യാക്കോബ്, കേപ്പ, യോഹന്നാൻ. 36-ാമത്തെ ചോദ്യം: പൗലോസ് കേപ്പായെ എവിടെ വെച്ചാണ് എതിർത്തത്? ഉത്തരം: കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ. 37-ാമത്തെ ചോദ്യം: പൗലോസ് എന്തുകൊണ്ടാണ് കേപ്പായെ എതിർത്തത്? ഉത്തരം: അവനിൽ കുറ്റം കണ്ടതുകൊണ്ട്. 38-ാമത്തെ ചോദ്യം: കേപ്പ ചെയ്ത പ്രവൃത്തി എന്താണ്? ഉത്തരം: അവൻ വിജാതിയരോട് ഒപ്പമിരുന്ന് ഭക്ഷിച്ചിരുന്നു. 39-ാമത്തെ ചോദ്യം: എപ്പോഴൊക്കെയാണ് അവൻ വിജാതിയരോട് ഒപ്പമിരുന്ന് ഭക്ഷിച്ചിരുന്നത്? ഉത്തരം: യാക്കോബിന്റെ അടുത്തുനിന്നും ചിലർ വരുന്നതുവരെ. 40-ാമത്തെ ചോദ്യം: യാക്കോബിന്റെ അടുത്തുനിന്നും ചിലർ വന്നതിന് ശേഷം കേപ്പ എന്താണ് ചെയ്തത്? ഉത്തരം: പരിച്ഛേദിതരെ ഭയന്ന് തന്റെ പ്രവൃത്തിയിൽ നിന്നും പിന്മാറിക്കളഞ്ഞു. 41-ാമത്തെ ചോദ്യം: അവനോടൊത്ത് കപടമായി പെരുമാറിയത് ആരെല്ലാമാണ്? ഉത്തരം: ബാക്കി യഹൂദന്മാർ. 42-ാമത്തെ ചോദ്യം: അവരുടെ കാപട്യത്താൽ ആരുപോലും വഴിതെറ്റിക്കപ്പെട്ടു? ഉത്തരം: ബാർണബാസ്. 43-ാമത്തെ ചോദ്യം: അവരുടെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടാത്ത പെരുമാറ്റമായിരുന്നു അവരുടേത്. 44-ാമത്തെ ചോദ്യം: ആരുടെ പെരുമാറ്റമാണ് സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടാത്തത്? ഉത്തരം: കേപ്പായുടെയും അവനോടൊപ്പമുള്ള ബാക്കി യഹൂദന്മാരുടെയും. 45-ാമത്തെ ചോദ്യം: പൗലോസ് കേപ്പായോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: യഹൂദനായ അവൻ വിജാതിയനെ പോലെ ജീവിച്ചാൽ യഹൂദരെ പോലെ ജീവിക്കുവാൻ വിജാതിയരെ പ്രേരിപ്പിക്കുവാൻ എങ്ങനെ സാധിക്കും? 46-ാമത്തെ ചോദ്യം: തങ്ങൾ എങ്ങനെ ജനിച്ചവരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: യഹൂദരായി ജനിച്ചവരാണ്. 47-ാമത്തെ ചോദ്യം: ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. 48-ാമത്തെ ചോദ്യം: ഒരുവൻ എന്തിലൂടെ നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിയമത്തിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. 49-ാമത്തെ ചോദ്യം: നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിന്. 50-ാമത്തെ ചോദ്യം: ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ആരായി കാണപ്പെട്ടു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പാപികളായി കാണപ്പെട്ടു. 51-ാമത്തെ ചോദ്യം: ക്രിസ്തുവിനെ എന്തിന്റെ ശുശ്രൂഷകനായി കാണരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: പാപത്തിന്റെ ശുശ്രൂഷകനായി. 52-ാമത്തെ ചോദ്യം: ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ പണിതുയർത്തുന്നത് വഴി ഞാൻ എന്തു ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്? ഉത്തരം: അതിക്രമം കാണിക്കുകയാണ്. 53-ാമത്തെ ചോദ്യം: ദൈവത്തിനായി ജീവിക്കേണ്ടതിന്
നിയമത്തിലൂടെ എന്തു ചെയ്തെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ദൈവത്തിനായി ജീവിക്കേണ്ടതിന് നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. 54-ാമത്തെ ചോദ്യം: താൻ ആരോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു എന്നാണ് സ്ലിഹ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിനോടുകൂടെ. 55-ാമത്തെ ചോദ്യം: ഇനി മുതൽ ആരാണ് പൗലോസിൽ ജീവിക്കുന്നത്? ഉത്തരം: ക്രിസ്തു. 56-ാമത്തെ ചോദ്യം: തൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എങ്ങനെയുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്? ഉത്തരം: തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. 57-ാമത്തെ ചോദ്യം: ആരുടെ കൃപയാണ് പൗലോസ് നിരാകരിക്കാത്തത്? ഉത്തരം: ദൈവത്തിന്റെ കൃപ. 58-ാമത്തെ ചോദ്യം: ക്രിസ്തുവിന്റെ മരണത്തിന് എങ്ങനെയെങ്കിൽ നീതീകരണമില്ലെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമില്ല. 59-ാമത്തെ ചോദ്യം: ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണം ഇല്ലാതാകുന്നത് എപ്പോഴാണ്? ഉത്തരം: നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ.